ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അച്ചൂസ് വ്ലോഗ്. ഞാൻ ലക്ഷ്മിയാണ്. നമ്മളുടെ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മളുടെ മിൽക്കി ബാമ്പു ആണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ മുകൾ ഭാഗത്ത് എഴുതി കാണിക്കാം. സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് പിന്നെ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ റേറ്റ് നിങ്ങൾ മുകൾ ഭാഗത്ത് എഴുതി കാണിക്കും. സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് ആയിരിക്കും ഞാൻ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ പോട്ട് ഉൾപ്പെടെ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓരോ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റുകളാണ് ഞാൻ മുകൾ ഭാഗത്ത് എഴുതി കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയയ്ക്കുക. നമ്മൾ ഈ പെന്നി വാട്ടർ എന്ന് പറയുന്ന പ്ലാന്റ്സൊക്കെ കുറച്ച് ഒരു 5-6 ഒരു ബഞ്ച് ആയിട്ടുള്ള ഒരു ഇതിലായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. അല്ല ഒരു സിംഗിളായിട്ട് അയക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ മുകൾ ഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട്. വേണ്ടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയയ്ക്കുക. DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത്. പ്ലാന്റ്സുകളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു 10 മുതൽ 15 ദിവസത്തിനകം എല്ലാവരുടെയും പ്ലാന്റ്സുകൾ എല്ലാവരുടെയും കയ്യിലെത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത്. ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണം. അപ്പോൾ അതിനുശേഷം പ്ലാന്റ്സുകൾ അയച്ചു തരും. അപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പിന്നെ ഇപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ മെസ്സേജുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ മെസ്സേജുകളൊക്കെ നോക്കാനൊക്കെ ഇച്ചിരി താമസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ലേറ്റായിട്ട് റിപ്ലൈ ഇടുന്നത് കേട്ടോ. നേരത്തെ ഞാൻ കറക്റ്റായിട്ട് പെട്ടെന്ന് റിപ്ലൈ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്ക് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സുകൾ എല്ലാം നമ്മൾക്ക് പോട്ട് ഉൾപ്പെടെയാണെങ്കിൽ നമ്മളുടെ കൊടുക്കാൻ നമ്മളുടെ കയ്യിലുണ്ട്. തെച്ചികൾ നമ്മളുടെ ഈ ഇത്രയും തെച്ചികൾ മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. എല്ലാത്തിനും റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ചിലതിനൊന്നും ഫ്ലവർ ഇല്ല. അപ്പോൾ ഏതാണ് കളറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അറിയത്തുമില്ല കേട്ടോ. അപ്പോൾ തെച്ചികളില്ലാത്തവർ വാങ്ങിച്ചു നോക്കുക. ഇതൊക്കെ മഞ്ഞയാണ്. അപ്പോൾ ഇതിന് നമുക്ക് എല്ലാത്തിനും റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. ഈ മരമുല്ലയൊക്കെ നല്ല അടിപൊളി പ്ലാന്റാണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റാണ്. ഈ ഒരു വിലയ്ക്ക് പിന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടുകയില്ല. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ വാങ്ങിച്ച് വയ്ക്കുക. DTDC വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. നേരത്തെ സ്പീഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല കേട്ടോ. DTDC വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നതിൻ്റെ തലേദിവസം ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നതായിരിക്കും കേട്ടോ. ഇത് ഷഫ്ലോറ പ്ലാന്റാണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റ്സുകൾ നമ്മളെ കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പത്തനംതിട്ടയാണ്. അപ്പോൾ പത്തനംതിട്ടയൊക്കെയുള്ള ആർക്കെങ്കിലും പ്ലാന്റ്സുകൾ വലിയ പോട്ടിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വീട്ടിൽ വന്നാൽ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റ് റേറ്റാണ് ഞാൻ പറയുന്നത്, 10 രൂപയാണ്. ഇങ്ങനെ പോട്ട് ഉൾപ്പെടെ വേണമെന്നുണ്ടെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വയലറ്റ് തെച്ചിയൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ച് വെക്കേണ്ട ഒരു ചെടിയാണ്. അത് നമ്മളുടെ വലിയ പ്ലാന്റ്സും ഉണ്ട്, ജിഫിയിലും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ റേറ്റ് മുകൾ ഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വളർത്താൻ പറ്റിയ സിങ്കോണിയമാണ്. സിങ്കോണിയത്തിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും 20 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് ബുഷായിട്ട് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഈ കാണുന്ന പോലെയല്ല, ഭയങ്കര രസമാണ് കേട്ടോ. നമുക്കൊരു ക്ലൈംബ് ചെയ്ത് വളർത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളർത്താവുന്ന ഒരു പ്ലാന്റാണ്. ഇന്ന് എൻ്റെ ക്രോട്ടൺ പ്ലാന്റ്സുകൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ നാരോ ക്രോട്ടൺ. ഇത് നമുക്ക് റേറ്റ് വരുന്നത് വെറും 50 രൂപയാണ്. നമ്മൾ 70 രൂപയ്ക്കൊക്കെ നേരത്തെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ്സാണ് കേട്ടോ. ഇപ്പോൾ വരുന്ന ക്രോട്ടൺ മിക്കവാറും എല്ലാത്തിനും നമുക്ക് 50 രൂപ റേറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഫിലാഡൻഡ്രോൺ സാനഡോ ആണ്. സാനഡോവിന് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലുക്കായിരിക്കും കേട്ടോ. വൈറ്റ് പോട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ലുക്കാണ്. ആ നീണ്ട തണ്ടുകളും അവിടെ ഇവിടെയും കുറച്ച് ഇലകളും ഒക്കെ വരുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ തോന്നും. ഇത് അക്കാലിഫയാണ്. വെറും 30 രൂപയുള്ള അക്കാലിഫയുടെ പ്ലാന്റ് നമ്മളുടെ കയ്യിൽ 1-2 മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചില പ്ലാന്റ്സുകളൊക്കെ സോൾഡ് ഔട്ട് ആയിപ്പോയി. ചില പ്ലാന്റ്സുകൾ നമ്മളുടെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ ഞാൻ മാക്സിമം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുകയാണ് അടുത്തടുത്ത് 1-2 വീഡിയോകളൊക്കെ ഇടാമെന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. കുറേ പ്ലാന്റ്സുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതുമുണ്ട്. അപ്പോൾ ഇത് ക്രോട്ടൻ്റെ നല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്രോട്ടനാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ക്രോട്ടനെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ 50 രൂപയാണ്. നമ്മൾ നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സുകൾ. ക്രോട്ടൺ പ്ലാന്റ്സുകൾക്ക് നമ്മൾ വലിയ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെടികളൊക്കെ വളർത്താൻ സമയമൊന്നും ഇല്ല എന്നുള്ളവർ വാങ്ങിച്ച് വെക്കാവുന്ന പ്ലാന്റുകളാണ് ക്രോട്ടൺ പ്ലാന്റ്സുകൾ. ക്രോട്ടൻ്റെ ഈ ഒരു പ്ലാന്റിന് വെറും 20 രൂപയുള്ളൂ. കുറേ അധികം പ്ലാന്റ്സുകൾ ഇങ്ങനെ വേലി പോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കായിരിക്കും. അത് വെച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ, അത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നല്ല ലൈറ്റ് കിട്ടുമ്പോൾ നല്ല മഞ്ഞ കളറായിരിക്കും. അപ്പോൾ ഇത് ലൈറ്റ് കുറവൊക്കെ ഉള്ളിടത്ത് വരുമ്പോൾ പച്ച കളറിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ കാണിക്കുന്ന ക്രോട്ടൺ പ്ലാന്റ്സുകൾക്കെല്ലാം നല്ല ലൈറ്റ് വേണം, ലോ കെയർ ആണ്. ഇത് ലില്ലിപ്പുട്ടിൻ്റെ ഒരു ക്രോട്ടനാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ ഇത് 70 രൂപ റേറ്റൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ റേറ്റ് വരുന്നത് വെറും 50 രൂപയാണ് കേട്ടോ. അപ്പോൾ കുറേ പ്ലാന്റ്സുകൾ ഒരേപോലെയുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കായിരിക്കും. ഇത് നമ്മളുടെ ടൈഗർ ക്രോട്ടനാണ്. ടൈഗർ ക്രോട്ടൺ നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ഈ ക്രോട്ടൻ്റെ എല്ലാം കെയർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്, എല്ലാത്തിനും ഒരേ കെയർ തന്നെയാണ് കേട്ടോ. ഇത് നമ്മളുടെ എക്സിക്കോറിയം എന്ന് പറയുന്ന ട്രൈ കളർ എക്സിക്കോറിയം എന്ന് പറയും. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും 60 രൂപയാണ് കേട്ടോ.
നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിനെല്ലാം നല്ല ലൈറ്റ് വേണം. അപ്പോൾ ഈ ലൈറ്റ് ഇച്ചിരി കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കളറൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കുന്നത്. നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാന്റ്സുകളെല്ലാം. ഇത് നമ്മളുടെ ലോറ പെറ്റാലമാണ്. ലോറ പെറ്റാലം വെറും 70 രൂപയാണ്. 70 രൂപയ്ക്ക് നിങ്ങൾക്ക് എങ്ങും ഈ പ്ലാന്റ്സ് കിട്ടത്തില്ല. ഞാൻ പറയാം, അത്ര വലിയ പ്ലാന്റ്സുകളാണ്. വെറും 70 രൂപയുള്ളൂ കേട്ടോ. ഇത് നമ്മളുടെ ഫൈക്കസ് ബെഞ്ചാമിനെയാണ്. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലവലോലിക്കൊക്കെ വെച്ചിട്ടൊരു മരത്തിൽ കായകളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അന്ന് ആ മരം കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഫൈക്കസിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന്. ഇപ്പം നമ്മളുടെ ഒരു 3-4 പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതും കുറഞ്ഞ റേറ്റാണ്, വെറും 60 രൂപ. നമ്മളുടെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ്. 3 കളർ ഫ്ലവറാണ്. ഒരെണ്ണത്തിൽ നല്ല മണമുണ്ട് കേട്ടോ. അതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും 70 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ റോസ് ഡേ ആണ്. റോസ് ഡേക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. റെഡ് കളറിലെ റോസ് ഡേ ആണ്. ഈ സിംഗിൾ പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മളുടെ സ്നോ റോസ് ആണ്. സ്നോ റോസിന് ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നൊരു പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റൊരു പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ, വെറും 60 രൂപയാണ്. ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ്. അടുത്തത് നമ്മളുടെ കുഫിയ പ്ലാന്റുകളാണ്. കുഫിയയുടെ വൈറ്റും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്, വയലറ്റും. ആ 2 കളറും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും 30 രൂപ. ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. കുഞ്ഞു ഫ്ലവറോട് കൂടിയത്. അടുത്ത് നമ്മളുടെ ക്രിപ്റ്റാന്തസ് ആണ്. ക്രിപ്റ്റാന്തസിൻ്റെ ചെറിയ പ്ലാന്റ്സുകൾക്ക് 30 രൂപയാണ്. ഈ ചെറിയ സൈസ് പ്ലാന്റ്സിന് 30 രൂപയാണ്. ഇതിൻ്റെ വലിയ പോട്ടുകളിലുള്ള പ്ലാന്റ്സുകൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്, മദർ പ്ലാന്റുകൾ. അതിന് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അപ്പോൾ മദർ പ്ലാന്റ് വേണ്ടുന്നവർ അത് വാങ്ങിച്ച് വയ്ക്കുക. നമ്മളുടെ യൂജീനിയാണ്. നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് യൂജീനിയ. യൂജീനിയക്ക് റേറ്റ് വരുന്നത് വെറും 70 രൂപയാണ്. നമ്മളുടെ ജേഡ് പ്ലാന്റാണ്. ജേഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ്. റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്തത് നമ്മളുടെ ചൈനീസ് ബോൾസമാണ്. ചൈനീസ് ബോൾസത്തിൻ്റെ ഈ സെയിം കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അപ്പോൾ ചൈനീസ് ബോൾസും ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആയിരുന്നു. അടുത്തത് നമ്മളുടെ മിനിയേച്ചർ പാല അല്ലെങ്കിൽ നന്ദ്യാർ വട്ടം എന്നൊക്കെ പറയുന്നതിൻ്റെ യെല്ലോയ്ക്ക് 60 രൂപയും ഗ്രീനിന് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയുമാണ്. രണ്ടിൻ്റെയും പ്ലാന്റ്സുകൾ വളരെ കുറവാണ്. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളുടെ ഫിലാഡോണ്ടോൻ്റെ ജിഫി ബാഗിൽ വന്നിട്ടുള്ള ഈ പ്ലാന്റ് ആണ്. ഇതിന് ഫിലാഡോണ്ടോൺ ലെമൺ ലൈം എന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും 30 രൂപയാണ് കേട്ടോ. നല്ല മച്യൂർഡായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര നല്ല റൂട്ടഡ് ആണെന്നുള്ളത്. ഇതും നമ്മളുടെ മാർബിൾ ക്വീൻ പോത്തോസ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഇത് വയലറ്റ് കളറിൽ നമ്മളുടെ വയലറ്റ് ജാസ്മിൻ എന്ന് പറയുന്നതാണ്. റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഇത് നമ്മളുടെ ഇൻഡോറിലൊക്കെ വയ്ക്കുന്ന പനയാണ്. നമ്മൾ ടേബിൾ പാം എന്നൊക്കെ പറയും. അതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും 30 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓഫർ സമയത്ത് നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കുക. ഈ ഒരു റേറ്റ് പിന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിരിക്കില്ല, എങ്ങും കിട്ടുകയില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇത് വാങ്ങിച്ചു വയ്ക്കുക. വെറും 30 രൂപയുള്ള ഒരു 2 പ്ലാന്റ്സെങ്കിലും വെക്കണം. താഴ്വശമൊന്നും പുതിയ തൈകൾ വരത്തില്ല. അതുകൊണ്ട് നമ്മളുടെ ചൈന ഡോളാണ്. ചൈന ഡോളിന് റേറ്റ് വരുന്നത് വെറും 70 രൂപയാണ്. ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ തോന്നും കേട്ടോ. 70 രൂപ റേറ്റിലൊന്നും ഈ പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിരിക്കില്ല. നമ്മളുടെ സ്പൈഡർ പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റിന് റേറ്റ് വരുന്നത് വെറും 20 രൂപയാണ്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അടുത്ത നമ്മളുടെ മിൽക്കി ബാമ്പുവിൻ്റെ ഡോട്ട് ടൈപ്പ് വരുന്ന മിൽക്കി ബാമ്പു ആണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് വെറും 60 രൂപയാണ്. ഇത് നമ്മളുടെ ലെമൺ വൈനാണ്. നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപ റേറ്റിലാണ് വരുന്നത് ലെമൺ വൈന്. നമ്മളുടെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. 10 രൂപ റേറ്റേ ഉള്ളത്. അടുത്ത് നമ്മളുടെ ഈ ഒരു റെഡ് കളർ വരുന്ന പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. റേറ്റ് വരുന്നത് വെറും 10 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത് നമ്മളുടെ ഫിഷ് ബോൺ കാക്ടസ് ആണ്. ഒന്നിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ഉണ്ട്. 2 പറ്റി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ 2 കാണിച്ചേക്കുന്നത്. ഒന്നിൻ്റെ റേറ്റാണ് പറയുന്നത് 30 രൂപയാണ്. ഫിഷ് ബോൺ കാക്ടസിൽ ഫ്ലവർ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫ്ലവർ വരും, പക്ഷേ എൻ്റെ കാക്ടസിൽ ഇതുവരെ ഫ്ലവർ വന്നിട്ടില്ല. അപ്പോൾ ഞാനത് കിളർത്ത് വരുമ്പോൾ തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ടായിരിക്കും ഫിഷ് ബോൺ കാക്ടസിൽ ഫ്ലവർ വരുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഹാങ്ങിങ് ബിഗോണിയയുടെ വലിയ പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ ബിഗോണിയല്ല, പെപ്പറോമിയയുടെ ചെറുതിന് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപ റേറ്റാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരും. ഇത് മോൺസ്റ്റർ പ്ലാന്റ് ആണ്. മോൺസ്റ്റർ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും 20 രൂപയാണ്. ജിഫിയിൽ അല്ലാതെയും വരുന്നുണ്ട് കേട്ടോ. എല്ലാം ജിഫിയിലായിരിക്കത്തില്ല. 20 രൂപ റേറ്റാണ്. ഇത് നമ്മളുടെ ഒരു സൈക്ലോൺ വിഭാഗത്തിൽ വരുന്ന ഒരു ഇതാണ്. നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഈ സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ. ഈ സെയിം സൈസ് പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപ റേറ്റാണ് വരുന്നത്. 3 തൈകൾ 3 ചെടികളൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപ റേറ്റാണ് വരുന്നത്. കുറേ സൈക്ലോയിൻ്റ് കാക്ടസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വാങ്ങിച്ചു വയ്ക്കുക. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റ് റേറ്റാണ് പറയുന്നത് 40 രൂപ റേറ്റാണ് വരുന്നത്. അടുത്ത് നമ്മളുടെ യൂഫോർബിയ ജെറാൾഡിയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവർ. എന്നും ഫ്ലവറുണ്ട്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും എപ്പോഴും
അതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും 30 രൂപയാണ്. അടുത്തത് നമ്മളുടെ അഗ്ലോണിമയാണ്. ഈ ടൈപ്പിലുള്ള അഗ്ലോണിമയാണ്. ഈ സെയിം സൈസിലുള്ള അഗ്ലോണിമയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. സിംഗിൾ പ്ലാന്റ് റേറ്റാണ് പറയുന്നത്. 50 രൂപ റേറ്റിലാണ് വരുന്നത് അഗ്ലോണിമ. അടുത്തത് ഈ ഒരു ഭംഗിയുള്ള അഗ്ലോണിമയാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ. ഈ സിംഗിൾ പ്ലാന്റ് റേറ്റ് നമുക്ക് വരുന്നത് 120 രൂപയാണ്. അടുത്തത് നമുക്ക് നമ്മളുടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപ റേറ്റാണ്. സിംഗിൾ പ്ലാന്റ് റേറ്റാണ് പറയുന്നത്. 20 രൂപ റേറ്റിലാണ് വരുന്നത്. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ്. നമുക്കിതിന് റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണ്. സെയിം സൈസിൽ പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നതും കേട്ടോ. അടുത്തത് നമ്മളുടെ അടുത്തൊരു അഗ്ലോണിമയാണ്. ഈ സെയിം സൈസിലെ പ്ലാന്റ് തന്നെയാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 250 റുപ്പീസാണ്. ഇതിന് നമുക്ക് റേറ്റ് സിംഗിൾ പ്ലാന്റായിട്ട് അവൈലബിൾ ഇല്ല. ഈ ഒരു പോട്ടായിട്ട് തന്നെയാണ് 250 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് നമ്മളുടെ ഫൈക്കസിൻ്റെ ട്രയാങ്കുലർ ഫൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് വെറും 70 രൂപയുള്ളൂ കേട്ടോ. നമ്മൾ 130 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ്സാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും 70 രൂപയാണ്. അടുത്തത് നമ്മളുടെ ഒരു കലാത്തിയ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. ഈ കലാത്തിയയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഈ പോട്ട് ഉൾപ്പെടെയാണ് 100 രൂപ റേറ്റാണ് വരുന്നത്. അടുത്തത് നമ്മുടെ ഡിസ്റ്റീരിയയുടെ ഗ്രീനും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വെരിഗേറ്റഡും അവൈലബിൾ ആയിട്ടുണ്ട്. വെരിഗേറ്റഡിന് റേറ്റ് വരുന്നത് 80 രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ. അടുത്തത് നമ്മളുടെ ഒരു ഫേൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഫേണിൻ്റെ കുറച്ച് വെറൈറ്റീസ് എൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം. അടുത്ത് നമ്മളുടെ സാൻസോവേരിയാണ്. സാൻസോവേരിയുടെ നീഡിൽ ടൈപ്പിൽ വരുന്ന സാൻസോവേരിയാണ്. ഈ സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് തരുന്നത്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത് നമ്മളുടെ സാൻസോവേരിയുടെ യെല്ലോ ഷെയ്ഡ് വരുന്ന മിനിയേച്ചർ ടൈപ്പിലുള്ള സാൻസോവേരിയാണ്. അതിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഈ ടൈപ്പിലുള്ള അഗ്ലോണിമയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഇത് നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ കിട്ടുമ്പോഴാണ് നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഗ്രീൻ കളർ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ തണലത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള നല്ല മച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ്. നല്ല ഭംഗിയാണ്. നമ്മൾ ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള ഒരു അഗ്ലോണിമയാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് വെറും 70 രൂപയാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ കേളി പെഡലാന്തസ് ആണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. സ്ലോ ഗ്രോത്ത് കേട്ടോ. അപ്പോൾ അത് കാരണം ചെറിയ പ്ലാന്റ്സൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞ് ബുഷായിട്ട് വരാൻ കുറേ സമയം എടുക്കും. മുൻപത്തെ എൻ്റെ വീഡിയോസിലേക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റാണ് ഈ കേളി പെഡലാന്തസ് കേട്ടോ. കുറച്ച് ലൈറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ആ ലീഫിലൊരു പിങ്ക് ഷെയ്ഡ് വരും. അപ്പോൾ അതിന് നമുക്ക് 70 രൂപയാണ് വരുന്നത്. ഇതും നമ്മളുടെ പെഡലാന്തസിൻ്റെ ഹാങ്ങിങ്ങിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. രണ്ടിനും നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് കൂടി കഴിഞ്ഞാൽ കുറച്ച് ഇലകളൊക്കെ പൊഴിയും. അപ്പോൾ ഈ 2 ടൈപ്പിലെ വെറൈറ്റീസും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഒരു സ്ലോ ഗ്രോത്തിലുള്ള പ്ലാന്റ്സുകളാണ്. ഇത് നമ്മുടെ പെൻസിൽ കാക്ടസ് ആണ്. ഈ പെഡലാന്തസിൻ്റെ കൂട്ട് തന്നെയാണ്. നല്ല ഹാങ്ങിങ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു ചെടിയാണ് ഈ പെൻസിൽ കാക്ടസ്. അത് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്.